യിൽ UDF പരിപാടിയിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരൻ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ടായിരുന്നു അധിക്ഷേപ പരാമർശം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെയും സാന്നിധ്യത്തിലായിരുന്നു അധിക്ഷേപ പരാമർശം നടത്തിയത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥില, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ RMP നേതാവ് KK രമയുടെ അടക്കം പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. ഏതായാലും അതിനൊക്കെ മുമ്പ് തന്നെ ഖേദം പ്രകടിപ്പിച്ച് പിൻവാങ്ങുന്നു അല്ലേ ഹരിഹരൻ? സമയം മുമ്പാണ് ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഇതാണ് KS ഹരിഹരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഈ ഒരു വിവാദം ഏറ്റെടുത്തു കഴിഞ്ഞു. CPM-ലെ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഈ ഒരു പ്രസംഗം ഇതിനകം തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല VD സതീശനും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെയും സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് CPM വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണം എന്ന ഒരു മുദ്രാവാക്യത്തോടെ വടകരയിൽ UDF-ഉം RMP-യും സംയുക്തമായി സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയതും എന്നതും ശ്രദ്ധേയമാണ്. ഇത് തന്നെയായാലും ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വിവാദ പരാമർശത്തെ നടത്തുന്നുണ്ട്. KK ശൈലജയെ മാത്രമല്ല മഞ്ജു വാര്യർക്കെതിരെയും കൂടിയുള്ള ഒരു വ്യക്തിഹത്യ കൂടിയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും മിഥിലയാണ് വിവരങ്ങൾ നൽകിയത്. മിഥില, ഒരു കാര്യം കൂടി, ഈ വേദിയിൽ അല്ലെങ്കിൽ സദസ്സിൽ നിന്നൊക്കെ കയ്യടി കൂടി ഉയരുന്നുണ്ടായിരുന്നു ആ പരാമർശത്തിന് പിന്നാലെ. തീർച്ചയായും ഗോകുൽ, അത്തരമൊരു കാഴ്ച തന്നെയാണ് അവിടെ നിന്നും കാണാൻ കഴിഞ്ഞത്. ഈ ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് അവിടെ ഉണ്ടായത്. തൊട്ടു പിന്നാലെയാണ് ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം KS ഹരിഹരന്റെ ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരികയും ചെയ്യുന്നത്. എന്തു തന്നെയായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഖേദം പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ ഖേദ പ്രകടനത്തിലൂടെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വ്യക്തിഹത്യ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു പരാമർശത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ CPM-ഉം ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കുന്നുണ്ട്. ഗോകുൽ, തീർച്ചയായും വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ വാദപ്രതിവാദങ്ങൾ, അത് വർഗീയ പ്രചരണം ആര് നടത്തിയെന്നത് സംബന്ധിച്ചായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇത് ഒരുപക്ഷെ മുമ്പ് CPM ആരോപിച്ചിരുന്ന അല്ലെങ്കിൽ അശ്ലീല പ്രചാരണം നടത്തി അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ പ്രചരണം നടത്തി എന്ന ആരോപണം, ആ ആരോപണത്തിന് അവർക്ക് ഒരുപക്ഷെ ന്യായവാദമായ അല്ലെങ്കിൽ ഉപോത്ബലകമായി സൂചിപ്പിക്കാൻ കൂടി കഴിയുന്നതാണല്ലോ ഈ ഇന്നത്തെ പരാമർശവും. തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്. അശ്ലീല പോസ്റ്റർ പ്രചരിപ്പിച്ചു. അത്തരം ആരോപണങ്ങളെല്ലാം തന്നെ UDF-നെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ആരോപണങ്ങൾ എല്ലാം തെളിവ് വെക്കുന്ന അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾക്കെല്ലാം ബലപ്പെടുത്തുന്ന ഒരു പരാമർശം തന്നെയാണ് RMP-യുടെ നേതാവ്, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് RMP-യുടെ, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു പരാമർശം ഉണ്ടായത്. എന്തു തന്നെയായാലും നാളെ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയം ആകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനകം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകം തന്നെ ഫേസ്ബുക്കിൽ നിരവധി പേരാണ് ഈ ഒരു പരാമർശത്തിനെതിരെ വിമർശനവുമായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല വടകരയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യഘട്ടം മുതൽ തന്നെ KK ശൈലജയ്ക്കെതിരായി ഉയർന്നു വന്ന വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. എന്തു തന്നെയായാലും ഇന്നത്തെ ഒരു സംഭവം എന്നത് ഈ വർഗീയതയ്ക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം ഒരു പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ എന്നോണം UDF വിളിച്ച ഒരു പരിപാടിയിൽ തന്നെയാണ് ഇത്തരം ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. ഗോകുൽ, ശരി, അപമാനകരമായ അധിക്ഷേപമാണ് KS ഹരിഹരൻ നടത്തിയത്. ഖേദപ്രകടനം വരുന്നു സോഷ്യൽ മീഡിയയിൽ, പക്ഷേ അവിടെ കൊണ്ട് തീരില്ല എന്നത് തന്നെയാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഈ ഘട്ടത്തിൽ ഈ വളരെ വേഗത്തിൽ തന്നെ വരുന്ന പ്രതികരണം. അത് KK ശൈലജയെ മാത്രമല്ല നടിയെ കൂടി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ്, പരാമർശമാണ്. അതും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുതിർന്ന RMP നേതാവ് നടത്തിയത്.